അതേപോലെ വോളിബോൾ കളിക്കാനുള്ള സംവിധാനമുണ്ട്, ഷട്ടിൽ കളിക്കാനുള്ള സംവിധാനമുണ്ട്, ബാഡ്മിന്റൺ. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ വൈകുന്നേരം സമയമൊക്കെ ആയിട്ടോ. ഞങ്ങൾ ഇപ്പം എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ അരുണേട്ടൻ ഇവിടെ മലാവിയിൽ ആദ്യം വരുന്നത് ബ്ലാൻഡർ എന്ന് പറയുന്ന സിറ്റിക്കാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണാൻ പോകുന്നത്, നമ്മുടെ അരുണേട്ടൻ ഇവിടെ താമസിച്ച പഴയ വീടും കാര്യങ്ങളൊക്കെയാണ്. അരുണേട്ടൻ ആദ്യം ഇങ്ങോട്ട് വന്നത് ബ്ലാൻഡർ സിറ്റിയിലേക്കാട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഒരു ഏകദേശം 2 വർഷത്തോളം ഇവിടെ അരുണേട്ടൻ ജോലി ചെയ്ത്, പിന്നെയാണ് നമുക്ക് വേറെ ജോലി കിട്ടി അരുണേട്ടൻ മാറിയതും. അപ്പോൾ ഈ പഴയ വീട്, അരുണേട്ടൻ്റെ നൊസ്റ്റു ഉണർത്തുന്ന പഴയ വീടും കാര്യങ്ങളൊക്കെ കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടെ എന്ന് വെച്ചാൽ അരുണേട്ടനും പ്രവീണേട്ടനും അനൂപൊക്കെ ഒരുമിച്ചായിരുന്നു ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. അവരൊരു കമ്പനിയിലായിരുന്നു. ഇപ്പം 3 പേരും 3 കമ്പനിയിലാണ്. കുഴപ്പമില്ലാത്ത ജോലിയിലൊക്കെ ആയിട്ട് 3 പേരും പോകുന്നു. അപ്പം അവിടെ നമുക്ക് കാണാൻ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഹരിയേട്ടനുണ്ട്, സന്തോഷ് അണ്ണനുണ്ട്, ജയരാജേട്ടനുണ്ട്. ഇതൊക്കെ ഇവരുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അത്രയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണം. എനിക്കും അവരെയൊക്കെ കാണണം. ഇവർ താമസിച്ച പഴയ വീടൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കാണാൻ പോവാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാല്ലേ. അപ്പം ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. അപ്പം നമ്മളെ അമ്മായിൻ്റെ ഒക്കെ അവിടെ നിന്നുള്ള കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പം ഞാൻ പുറത്തുള്ള റോഡൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഭയങ്കര തിരക്കേറിയ ഒരു റോഡിലേക്കാണ് ഇറങ്ങുന്നത്. വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും ഈ റോഡിലൊക്കെ ഫുൾ ചെക്കിംഗ് ആണ്. നമ്മൾ വരുന്ന നമ്മുടെ ട്രാവലിംഗ് ബ്ലോഗിലൊക്കെ എല്ലാവരും കണ്ടാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് ഉണ്ടായിരുന്നു പോലീസിൻ്റെ. അപ്പം നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലിംബി ടൗൺ കൂടിയാണ്. ഇതാണ് ലിംബി ടൗൺ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല തിരക്കേറിയ ഒരു ടൗൺ ആണ്. നമ്മൾ പോകാൻ പോകുന്നത് ജിന്നറി കോർണറിലേക്കാണ്. അവിടെയാണ് അവരുടെ വീടുള്ളത്. തിരക്കേറിയ ടൗൺ ആണിട്ടത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തിരക്കില്ല എന്ന് പറയാം ഇവിടെ. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കുള്ളതാണ്. ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും അല്ലേ, കുറെയൊക്കെ ഒഴിവ്. ഹോളിഡേ ആയതുകൊണ്ടാണ് തിരക്കില്ല. കാരണം ഷോപ്പുകളൊക്കെ അടഞ്ഞിടക്കുന്നില്ലേ. നമ്മൾ ഈ പോകുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ KFC ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഷോപ്പ്, ഗെയിം, KFC. ഇവിടെ ഡ്രൈവ് ത്രൂ ഒക്കെ ഉണ്ട് കേട്ടോ ഈ KFCയിൽ. നമ്മൾ ഷോപ്പ് റേറ്റിന്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ മുന്നേ മലാവി ഡയറിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോപ്പിങ്ങിന് പോണേന്റെ അതിന്റെ സെയിം വേറൊരു ബ്രാഞ്ചാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇത് അത്യാവശ്യം നല്ല വലിയ ഷോപ്പ് റേറ്റ് ആണ്. ഇത് ഗെയിം. പിന്നെ പൂട്ടിപ്പോയി അല്ലേ. പിന്നെ ഈ റോഡിന്റെ ഒക്കെ പ്രത്യേകത കണ്ടോ, 2 ഭാഗത്തു കൂടി വണ്ടികൾ പോകുന്നുണ്ട്. പക്ഷെ സെന്ററിൽ കണ്ടില്ലേ ഇഷ്ടംപോലെ പുല്ലും മരങ്ങളും ചെടികളും. ഈ പൂക്കളൊക്കെ പൂക്കുന്ന ഒരു സമയമാവുക ഇവിടെ ഫുൾ പൂക്കളായിരിക്കും കേട്ടോ ഈ നടു കൂടെ. നല്ല അടിപൊളി വ്യൂ ആയിരിക്കും ഇത് കൂടെ പോകാന്. ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ മഴക്കാലത്തിന് ശേഷം റോഡിന്റെ സൈഡിലുള്ള മണ്ണൊക്കെ നീക്കാൻ വേണ്ടി പ്രത്യേക ടീമുണ്ട് ഇവിടെ. പിന്നെ വേസ്റ്റ് എടുക്കാൻ വരില്ലേ. എന്ത് ഭംഗിയാണ് ഈ റോഡിന്റെ നടുകൂടെ. എല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, ഒരു ഡിസൈനിലൊക്കെ. അപ്പൊ ഇത് ഇവിടുത്തെ ഒരു പോളിടെക്നിക് കോളേജാണ്. അത്യാവശ്യം വലിയ കോളേജാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിറ്റി കൂടെ ഒക്കെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള സമയമല്ല, വെക്കേഷനൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഇതൊരു ഹോസ്പിറ്റലാണ്, ക്യൂൻസ് ഹോസ്പിറ്റൽ എന്ന് പറയണേ. ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് കണ്ടല്ലേ. സിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡെവലപ്ഡ് ആണ്. ടോയ്ലറ്റ് ഉണ്ട്, ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആയിരിക്കും ഇതൊക്കെ. അതൊക്കെ നല്ല ക്ലീൻ ആക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട് അവര്. എന്ത് ഭംഗിയാണ് നഗരം കാണാന്. എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ ഓരോരുത്തരുടെ ഷോറൂമാണ്. ഹുവായിന്റെ ഷോറൂമാണ് ഈ കാണുന്നത്. നല്ല വെയിലടിക്കുന്നതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്നറിയില്ലെങ്കിലും ഞാൻ കാണിച്ചു തന്നിട്ട് എല്ലാവർക്കും ഇത് കണ്ടില്ലേ. ഇത്ര വലിയ ഷോറൂമാണ് ഇവിടെ. അത് നമ്മൾ നേരെ കാണുന്നത് സനാന്ന് എഴുതി വെച്ചിട്ടുള്ള, എനിക്ക് അത്ര വ്യക്തമായിട്ട് കണ്ടാല ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ്. ഇത് വലിയൊരു മോസ്ക് അല്ലേ. ഇത് ഏതാ, ഗാന്ധിജീനെ പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്റ്റാച്ചു ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. നമ്മൾ ഈ പോയിക്കുന്ന തൊട്ട് നേരത്തെ നമ്മൾ കണ്ടില്ല, അവിടെ സ്റ്റാച്ചു ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതായിരുന്നു മഹാത്മാഗാന്ധിന്റെ. പക്ഷെ അത് സ്റ്റോപ്പായി പോയി. പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അത്.
പക്ഷെ എങ്കിലും ഈ റോഡ് ഇപ്പോഴും അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോ കാണുന്നതാണ് കോളേജ് ഓഫ് മെഡിസിൻ, മലാവിയിലെ മെഡിക്കൽ കോളേജാണ്. ഇതാണ് മലാവിയിലെ മെഡിക്കൽ കോളേജ്, കോളേജ് ഓഫ് മെഡിസിൻ. അപ്പൊ ഇതൊക്കെ കോളേജ് ഓഫ് മെഡിസിന്റെ ഭാഗങ്ങളാണ് കേട്ടോ, കണ്ടില്ലേ? ഇവിടെ ജിം ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്, അങ്ങനെ അത്യാവശ്യം ഗെയിം, ബാസ്കറ്റ്ബോള്, ഫുട്ബോൾ കളിക്കാനുള്ള സംവിധാനം. ഇത് മൊത്തം ഒരൊറ്റ സാധനത്തിനാണ് കേട്ടോ കോളേജ് ഓഫ് മെഡിസിന്റെ. ഇത് സ്പോർട്സ് കോംപ്ലക്സ് ആണ്. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത്? ജിം ഉണ്ട്, അതേപോലെ വോളിബോൾ കളിക്കാനുള്ള സംവിധാനം ഉണ്ട്, ഷട്ടിൽ കളിക്കാനുള്ള സംവിധാനം ഉണ്ട്, ബാഡ്മിന്റൺ ഉണ്ട്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ ബിൽഡിങ്ങിനെ കാണാനൊരു ലുക്ക് ഉണ്ട് കേട്ടോ, അടിപൊളി. അപ്പൊ ഈ റോഡിലൂടെയൊക്കെ ഞാനുണ്ടല്ലോ സൈക്കിൾ ചവിട്ടിയിട്ട് ഇങ്ങനെ ഓഫീസിൽ പോയിട്ടുണ്ട്. നമുക്ക് വണ്ടിയുണ്ട്, പക്ഷെ ഞാൻ ഒരു രസം ഹരിയേട്ടനുണ്ട്, ഹരിയേട്ടനും ഞാനും സൈക്കിളിൽ ഇങ്ങനെ ഓഫീസിൽ പോകും, തിരിച്ചു വരും. അത് ഞങ്ങളൊരു എക്സസൈസ് പോലെ. പിന്നെ ഞായറാഴ്ച സൈക്കിൾ റൈഡിന് പോകും. അതുപോലെ വില്ലേജിലൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ശരിക്കും പറഞ്ഞാൽ സൈക്കിളിലായിരുന്നു ആ സമയത്ത്. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ മിസ്സായിട്ടുണ്ട്. ഞാനും പ്രവീണൊക്കെ ഇവിടുത്തെ ഒരു വില്ലേജിൽ പോയിട്ട് ഞങ്ങൾ കുറേ ഫുഡ് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോസ് കോപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ കളഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ടില്ലേ, ഒരു വീടിന് മുന്നിലുള്ള ഗേറ്റ് നമ്പറാണ് 34 മഹാത്മാഗാന്ധി റോഡ്. അപ്പോൾ ഈ റോഡ് ഇപ്പോഴും അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി റോഡ് തന്നെയാണ് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മഹാത്മാഗാന്ധീൻ്റെ സ്റ്റാച്ചു വെക്കുന്നതിലൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ്, നമുക്ക് കറക്റ്റ് അറിയില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് ടേൺ ചെയ്യാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ, പക്ഷേ ഈ റോഡ് ആദ്യം ഭയങ്കര കട്ടർ റോഡായിരുന്നു കേട്ടോ. കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടറായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര അടിപൊളി റോഡായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇവിടെ വരുമ്പോ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളിനി തൊട്ടടുത്ത് എത്തിയിരിക്കുന്നത് അരുണേട്ടനൊക്കെ ആദ്യം താമസിച്ചിരുന്ന വീടും ആ കോമ്പൗണ്ടും ഒക്കെയാണ്. ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് ജയരാജേട്ടനുണ്ട്, പിന്നെ ഏബിളേട്ടനുണ്ട്. ഈ ഒരു കോമ്പൗണ്ടിലാണ് ഇവർ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഗേറ്റ് എത്തി. അപ്പൊ ഇതാണ് അരുണേട്ടന്റെ ഒക്കെ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട്. ഇവിടെയായിരുന്നു. നമുക്ക് പോയി നോക്കാം. ഞാനും ജയറായിട്ടും ഒന്നിച്ച് ഞങ്ങൾ ഈ റൂമിലായിരുന്നു. ഞങ്ങളുടെ നൊസ്റ്റാൾജിയ ഉറങ്ങുന്ന റൂമാ. ഇത് ഏബിളേട്ടൻ, നമ്മുടെ മെയിൻ ഓൾ ഇൻ ഓൾ ആണ് ഏബിളേട്ടൻ. അതെ, മലയാളിയാണെങ്കിലും ഇപ്പൊ ഒരു 30 വർഷമായിട്ടല്ലോ മലയാളി നടിപൊട്ട്. 40 വർഷമായിട്ട് പത്തനംതിട്ടക്കാരനാണ് ഏബിളേട്ടൻ. ഫാമിലിയായിട്ട് എല്ലാവരും ഇവിടെ തന്നെ, അച്ഛനും അമ്മ എല്ലാവരും ഇവിടെ ആയിരുന്നു. അപ്പൊ ഏബിളേട്ടനൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ജനിച്ചത് എവിടെയാണോ ഏബിളേട്ടൻ? ഉഗാണ്ടയില്. എവിടെയാണ് ഉഗാണ്ടയിലെ ജനിച്ചത്. പിന്നെ മലാവിയിൽ വന്നു. മലാവിയിൽ സെറ്റിൽ ആയി 1975 ഉള്ളി മലാവിയിൽ വന്ന ആൾക്കാരാണ്. 1991 ഞാൻ ജനിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്ക്. അങ്ങനെ ഞങ്ങൾ അരുണേട്ടൻ്റെ പഴയ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പഴയ വീടും കോമ്പൗണ്ടും അവിടെയുള്ള ചേട്ടന്മാരെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു പഴയ പള്ളിയാട്ടോ. ഒരുപാട് വർഷം മുന്നേ നിർമ്മിച്ചിട്ടുള്ള പഴയ ഒരു പള്ളിയാണ്. കുഞ്ഞു കുഞ്ഞു ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് കേട്ടത്. അടുത്ത് നമ്മൾ പോകുന്നത് ഹരിയേട്ടൻ്റെ വീട്ടിലേക്ക് കേട്ടോ. ഹരിയേട്ടനും അരുണേട്ടൻ, അനൂപ്, പ്രവീണേട്ടൻ ഇവരൊക്കെ ഭയങ്കര ചങ്ക്സ് ടീംസാണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ എൻ്റെ സൗണ്ടിൽ കുറച്ചൊരു ഗാംഭീര്യം ചിലപ്പോൾ കൂടുതലായിരിക്കും കേട്ടോ. കാരണം ജലദോഷവും പനിയും ഒക്കെ ആയതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. അപ്പം ഇത് ഹരിയേട്ടൻ്റെ വീടിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണ്. നല്ല വലിയൊരു ആൽമരമൊക്കെ ഉണ്ട്. പിന്നെ പച്ചപ്പൊക്കെ നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഹരിയേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ ഗേറ്റിൽ നിൽക്കുന്നതാണ് ഹരിയേട്ടൻ. ഹരിയേട്ടൻ ഇഷ്ടം പോലെ പട്ടിക്കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗേറ്റിൽ തന്നെ നിൽക്കുമായിരുന്നു. ഹരിയേട്ടന്റെ കഥ നമുക്ക് ഉള്ളിക്കായിട്ട് പറയാം. പട്ടിനെ കണ്ടിയോ? പട്ടിയുണ്ടോ ഫ്രണ്ടില്? അപ്പൊ ആ കാണുന്നതായിട്ട് നമ്മുടെ ഹരിയേട്ടന്റെ വീട്. ഈ വീടിനൊക്കെ ഒരു കഥ പറയാനുണ്ട് സുഹൃത്തുക്കളെ. ഇതൊക്കെ ഇവരുടെ നെസ്റ്റുള്ള വീടുകളാണ്. നമുക്ക് ഇറങ്ങിയിട്ട് കാണാം ബാക്കി. ഇതായിട്ട് നമ്മളെ തങ്കുവിന്റെ അച്ഛൻ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഹരിയേട്ടൻ. അപ്പൊ ഞാന് മലാവിയിൽ എത്തിയത് ഹരിയേട്ടൻ കാരണം കേട്ടോ. അപ്പൊ നമ്മളാക്കിയത് ഞങ്ങൾ മലാവിയിൽ വന്നത്, മലാവിയിൽ ജോലി കിട്ടിയത്, ഈ രാജ്യത്തെത്തിയ ഹരിയേട്ടൻ. ഞങ്ങളുടെ മുത്താപ്പയാണ്.
ഞങ്ങൾ എല്ലാരെയും ട്രെയിൻ ചെയ്ത് എല്ലാത്തിന്റെയും എല്ലാത്തിന്റെയും ഞങ്ങൾ എത്രമാത്രം അലമ്പാണോ അതിനെല്ലാം ഉത്തരവാദി ഒരാളെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ മാത്രം ഞാൻ ഏറ്റെടുക്കുന്നത്. നീ ഞങ്ങളെ മാറും ഇത്രയും ഉണ്ടായിരുന്നപ്പോ ഞാൻ പോയത് അവിടുന്ന് ഇതിനെ പടപെടാന്ന് വളർന്നു വലുതായിരുന്നു. ചേച്ചി ഇതോ ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണ് ഇവിടുത്തെ മെയിൻ അക്കൗണ്ടന്റ് കേട്ടോ. മലയാളി അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നു. തള്ളൊന്നുമല്ല കാര്യമായിട്ട് പറഞ്ഞോ. അപ്പോൾ ഇതാണ് ഹരിയേട്ടനും ഫാമിലിയൊക്കെ. ഇവരൊക്കെ മലാവിയിൽ വന്നിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അരുണേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ സന്തോഷവും എന്താ പറയുക ഒരുപാട് ഓർമ്മകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇതെല്ലാം. അവരുടെ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഹരിയേട്ടനൊക്കെ. അപ്പോൾ അങ്ങനെ അവർ പഴയ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ഇട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. ഇതവിടെ കിട്ടുന്ന സ്പെഷ്യൽ തവയാണ് കേട്ടോ. ഈ ഒരു തവ കൊണ്ടുവച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേർക്ക് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 തവയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2 തവയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മാവനും അമ്മായിയും ഹരിയേട്ടനും ഫാമിലിയും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ തവ ഏകദേശം ഫിനിഷ് ആക്കിയെന്നൊന്നും പറയുന്നില്ല. എല്ലാവരും ഇച്ചിരി കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കുറച്ചേ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും അന്ന് രാത്രി പിരിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ.